നസ്രിയ വരുന്നത് നമ്മൾ അറിയും, ഫഹദ് വരുന്നത് നമ്മൾ അറിയുകയില്ല. അതൊരു ജാട പരിപാടിയൊന്നും അല്ല. നസ്രിയക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കോൺവെർസേഷൻ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പ്രവേശത്തില് ഫഹദ് ഫാസിലിനോടൊപ്പം ഉള്ള ഒരു കോമ്പിനേഷൻ സീന് അത്രയും നല്ലൊരു സീൻ വരുന്നുണ്ട്. അതുപോലെ ഇപ്പം ഈ സിനിമയിൽ നോക്കിയാൽ നസ്രിയയോടൊപ്പം വരുന്നുണ്ട്. രണ്ടുപേരുടെ ഒപ്പം അഭിനയിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് അവരെ പറ്റിയുള്ള അവരുടെ അഭിനയം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഫഹദ് ഭയങ്കര സൈലന്റ് ആണ്. നസ്രിയ വരുന്നത് നമ്മൾ അറിയും, ഫഹദ് വരുന്നത് നമ്മൾ അറിയുകയില്ല. അങ്ങനത്തെ ഒരു ഫഹദ് പെർഫോം ചെയ്യുമ്പോഴായിരിക്കും നമ്മള് എന്താ പറയാ നമ്മള് ഓക്കെ. അല്ലെങ്കിൽ ഫഹദ് ഇരിക്കും, ഫോൺ നോക്കും, പിന്നെ നമ്മൾ വരും, നമ്മളുടെ അടുത്ത് എല്ലാവരും സംസാരിക്കുന്നു. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫഹദ്. മീൻസ് ഇങ്ങനെ മറ്റേ സ്റ്റാർ പരിപാടിയൊന്നും പിടിക്കാത്ത, പക്ഷെ ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ, അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ എനിക്കത് മനസ്സിലാവും. ബിക്കോസ് എനിക്കൊക്കെ അങ്ങനെ ഒരു പുതിയൊരു സെറ്റിലോട്ട് പോയാലൊക്കെ ഞാൻ അതിനെ എൻ്റെ അടുത്ത് ആരും മിണ്ടണ്ട, കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, ആ ഒരു. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ജാട പരിപാടിയൊന്നും അല്ല. അത് ഭയങ്കര വേറെ തന്നെ ഒരു കഥാപാത്രം. അപ്പം നസ്രിയ ആവശ്യം അങ്ങനെയല്ല. നസ്രിയക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കോൺവെർസേഷൻ ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമ്മളാരും സംസാരിക്കാം, പക്ഷെ നമുക്കത് രസമാണ്. നമുക്ക് പോയി ഇരുന്ന് ഇവളുടെ വർത്താനം കേട്ട് നമുക്ക് കുറേ നേരം ചിരിക്കുക, നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. പിന്നെ പുള്ളിക്കാരി ഭയങ്കര തമാശയും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര കൺസിഡറേറ്റ് ആണ് ആൾക്കാരുടെ കാര്യത്തിൽ. ഇപ്പം ഇവൻ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസോ എന്തെങ്കിലും, നമ്മൾ പല കാര്യത്തിലും പല ഒപ്പീനിയനൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ കേൾക്കാനും പറയാനും, പിന്നെ ആൾക്ക് ഇഷ്ടമാണ് ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷീ ലൈക്സ് ടു ടേക്ക് കെയർ ഓഫ് പീപ്പിൾ. അപ്പോൾ പുള്ളിക്കാരി അത് വളരെ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും പുള്ളിക്കാരി ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ നമ്മൾ ഇവരത് പറഞ്ഞില്ലെങ്കിലും ഓക്കെയാണ്, പക്ഷെ ഷീ മേക്സ് എൻ എഫേർട്ട് ടു ടോക്ക് ഫോർ യു. അത് ഭയങ്കര രസമാണ്. കുറച്ച് അഭിമുഖങ്ങളൊക്കെ വന്നതിന് ശേഷം ചെറിയ രീതിയിലൊരു സൈബർ ബുള്ളിങ് നസ്രിയക്കെതിരെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വാർത്തയാകുന്നുണ്ട്. നസ്രിയ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എനിക്ക് പക്ഷെ ശരിക്കും നസ്രിയയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാതെ പലരും ബുള്ളി ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ആൾക്കാർക്ക് എന്തും പറയാം. പിന്നെ നമ്മള് ഇത് വിഷമിക്കാന്നൊക്കെ ഇപ്പൊ ആദ്യമായിട്ടുള്ള ഇവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ആളാണ്. ഇപ്പൊ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ അഭിപ്രായം മൊത്തം മാറിയില്ലേ, നസ്രിയ ഉയർ. അതല്ല, നമ്മള് ഇതിനൊക്കെ അങ്ങനെ കണ്ടാൽ മതി എന്നാണോ? ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും ആവശ്യമില്ല. എന്ന് വെച്ചാൽ ആരെയാണ് ജഡ്ജ് ചെയ്യുന്നത്? നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഫ്രീ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മനസ്സ് തോന്നുന്നതൊക്കെ അതേപോലെ ആർട്ടിക്കുലേറ്റ് പറ്റുന്ന എത്ര സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമില്ല. ലൈക്ക് യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. അല്ലെങ്കിൽ നമ്മൾ ഞാനിത് പറയാൻ പാടുണ്ടോ, അത് പറഞ്ഞ മോശമോ, എന്നെ ആൾക്കാർ എങ്ങനെ കാണും, അപ്പം ഞാനിങ്ങനെ കൈവെക്കണം, ഞാനിങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്നെ എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ ഈ അടക്കവും ഒതുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പം ആൾക്കാർ പറയുന്നത് നമ്മൾ ഭയങ്കര പ്രോഗ്രസീവായി. പക്ഷേ ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കമൻസിലൊക്കെയാണ്. ഇപ്പം ഒരു സ്ത്രീക്ക് അത്രയും ഫണ്ണായിട്ട് ഇരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയെ തിരുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. But as a woman, when I see a woman like her, I feel like ഒരു breath of fresh air പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു ചെറുപ്പത്തിൽ, അതിൽ നിന്ന് മാറ്റാനാണ് ആക്ടിങ്ങിലേക്ക് വന്നത്. അതുപോലെ ഫഹദിന്റെ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞു വന്നിട്ട് അടങ്ങിയിരിക്കും, എനിക്കും അതുപോലെയാണ് എന്ന് പറഞ്ഞല്ലോ വന്ന സെറ്റില്. ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്ററിലേക്കുള്ള ഒരു വരവ്, അല്ലെങ്കിൽ തിയേറ്റർ ആക്ടിങ്ങിലേക്കുള്ള ഒരു വരവ് ഈ ഇൻട്രോവേർട്ട് എന്ന അതിൽ നിന്ന് കുറച്ചെങ്കിലും ബെറ്റർ ആവാനായിട്ട് സഹായിച്ചിട്ടുണ്ടോ? കുറച്ചല്ല, നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ വർക്ക് സ്പേസിൽ പോയാലൊക്കെ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഈ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കമ്പനി ആകാൻ പറ്റും, പക്ഷെ എനിക്കാണെങ്കിൽ സമയം എടുക്കും. ഇന്നലെ തന്നെ നമ്മൾ കുറച്ച് പേരെ ക്രൂ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഇറങ്ങിയിട്ട് നമ്മൾ അവരായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അവർ എല്ലാവരും എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്. മിക്ക സിനിമയിൽ പോയാലും നമ്മൾ വിചാരിച്ചാൽ നിങ്ങളൊരു ജാട
ആയിരിക്കും, പക്ഷെ നീ അങ്ങനെയല്ലാന്ന്. അത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ കംഫർട്ടബിൾ ആകാനുള്ള സമയം എടുക്കും. ഈവൻ സുലു അഖില അടുത്തും അഖിലയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അയ്യോ ഇവരെന്തോ ഇങ്ങനെ നമ്മൾ ഒരു കഥ കേട്ടോണ്ടിരിക്കും, അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര സീരിയസ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് സെറ്റ് ആവുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം എൻ്റെ സ്വഭാവം, ലൈക്ക് എനിക്ക് സമയം വേണം. അപ്പൊ ഈ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ മാത്രം ആ ഫ്ലാറ്റിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പം നമുക്ക് സംസാരിച്ച് പതുക്കെ ഞാനപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഒന്നും വിചാരിക്കല്ലേ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രേമിൽ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. അപ്പം ആക്ച്വലി അഖിലയാണ് സുലു ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇതെൻ്റെ മുഖത്ത് കാണില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ അതുണ്ട്. അത് അങ്ങനെയാണ് ആ സമയം തൊട്ടാണ്. അപ്പം അഖില ഇങ്ങനെയാണ്, ഞാനപ്പോൾ വിചാരിച്ചു നിങ്ങൾ ഭയങ്കര ജാടയാണ്. അത് കഴിഞ്ഞിട്ടാണ് അത് ബ്രേക്ക് ത്രൂ ആണ്. ഇപ്പോഴും എനിക്കതുണ്ട്. എനിക്കൊരു സ്ഥലത്ത് കുറേ ആൾക്കാർ ഒരുമിച്ച് കണ്ടാലൊക്കെ എനിക്ക് പ്രശ്നമാണ്. അതിപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമയ്ക്ക് ശേഷാട്ടോ. എന്ന് വെച്ചാൽ സിനിമയിൽ നമുക്ക് കുറേ ക്രൗഡ് കാണുമല്ലോ, കുറേ ആൾക്കാരുണ്ടല്ലോ സെറ്റിൽ, സെലക്റ്റീവ് അല്ലല്ലോ. മീൻസ് ഒരു 100 പേരൊക്കെ ഉണ്ടാവും ഒരു സെറ്റിൽ. അപ്പം നമുക്ക് പക്ഷെ ഇപ്പൊ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് അതുപോലെ വലിയൊരു മാസ് ഓഡിയൻസിനെ ഓഡിയൻസ് ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അഭിനയിക്കാൻ പ്രശ്നമൊന്നുമില്ല. അഭിനയിക്കാൻ എത്ര പേരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അത് വ്യക്തി ഒരു സ്പേസിൽ ഇടപെടാന്ന് വെറുതെ ഇരിക്കുന്ന സമയങ്ങളില്ലേ ഇങ്ങനെ, അപ്പം ആരെങ്കിലും സംസാരിക്കാൻ വന്നാലോ അങ്ങനത്തെ സ്പേസിലാണ്. എനിക്ക് അഭിനയത്തിൽ 1000 2000 ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഈ വലിയ സ്റ്റാർസ് ഒക്കെ ഉള്ള സിനിമകളിലൂടെ അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ കൂടാറുണ്ട്? എനിക്ക് അങ്ങനത്തെ ടെൻഷൻ അല്ല. എനിക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി പോലത്തെ സാധനമാണ്. എനിക്കൊന്ന് അവർക്ക് അവരൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മളാരും ഇവരുടെ അടുത്ത് ആദ്യം ചാടിക്കയറി സംസാരിക്കാൻ പോകുന്നില്ല. പലപ്പോഴും മലയാളത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല എന്ത് രസമുള്ള ആൾക്കാരാണ് ആക്ടേഴ്സ്. ഇപ്പം എത്ര വലിയ താരങ്ങളായാലും അവർ എഫേർട്ട് എടുത്തിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ ഒരു കാലത്ത് ഇത് അതിജീവിച്ചിട്ടായിരിക്കുമല്ലോ. അത് അവർ മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. പലപ്പോഴും ഞാൻ എത്ര വലിയ ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവരാണ് എഫേർട്ട് എടുക്കുന്നത്. നമ്മള് കുറച്ച് മാറിയല്ലേ നിൽക്കുക, അവരുടെ അടുത്ത് ചാടി കയറി ഞാന് പൂജ അങ്ങനെയല്ലോ പറയാ, നമ്മൾ മാറിയ. പക്ഷെ അവരായിരിക്കും ചിലപ്പം നമ്മളടുത്ത് സംസാരിക്കുന്നതും വിളിച്ചെടുത്ത് സംസാരിക്കുന്നതൊക്കെ. അത് പലയിടത്തു നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സുരാജാൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊട്ട് എനിക്ക് ഒരേ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വർക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഇപ്പോൾ രോമാഞ്ചത്തിൽ ഇപ്പോൾ സൗബിക്ക് ആണെങ്കിലും പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ആ സെറ്റിൽ വെച്ച് കണ്ടത്. പക്ഷെ പുള്ളിക്കാരൻ തന്നെ നിങ്ങളുടെ ഈ പരിപാടിയില്ലേ, നിങ്ങളുടെ ആ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ. അപ്പം തന്നെ നമ്മളിവിടെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നൊന്ന് സെറ്റിൽ ഡൗൺ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ രോമാഞ്ചം 2 വരാനിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ക്യാരക്ടർ ഉണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. രോമാഞ്ചം 2ൻ്റെ ഒരു പരിപാടി എനിക്ക്